ISL വേണ്ട ഒരു സംഗതി ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു രീതിയിലുമുള്ള മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ എന്താ പറയാ, ആളുകളൊക്കെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ ടീം ബ്ലാസ്റ്റേഴ്സിന്റെ കേസും നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സും ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ മലയാളികളും ഏറെക്കുറെ ഇങ്ങനെ കെട്ടടങ്ങിയ ഒരു മട്ടിലാണ് ഉള്ളത്. അപ്പം ISL മൊത്തത്തില് കയ്യിൽ നിന്ന് പോയി നിൽക്കുക. അപ്പം ഇപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ 10 വർഷത്തേക്ക് ആരോ കരാർ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനി നെക്സ്റ്റ് 10 വർഷത്തേക്ക് എടുത്താലും ISL ആ രീതിയിലേക്ക് ആളുകൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനു പറയണം, സ്റ്റേഡിയത്തിലേക്കെങ്കിലും ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ നടത്തിയാൽ പോരാ, അല്ലെ ഇതിന് മുമ്പുള്ള സീസണുകളിൽ നടത്തിയാൽ പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമുക്കറിയാം, നമുക്ക് 2 രീതിയിലുള്ള പ്ലാൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. എന്റെ കയ്യിലെന്നല്ല, അതാണ് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം. ഒന്ന്, ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗിന് വേണ്ടത് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമാണ്. സോ അത് നമ്മൾ കൊണ്ടുവരിക. അതിന് ഒരു ടീം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ മോഹൻ ബഗാനെ പോലുള്ള ടീം ഇത്രയും പ്ലേയേഴ്സിനെ വാങ്ങി വെച്ച്, അല്ലെങ്കിൽ അവരുടെ ടീം മാത്രം ഇങ്ങനെ പോളിഷ് ചെയ്തത് കൊണ്ട് ഒരു ലീഗ് ഒരിക്കലും, അതും ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ലീഗ് ഒരിക്കലും വളരില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ബഗാൻ ഈ ടീമിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വരെ നമുക്കറിയാം. സോ ഈ പ്ലേയേഴ്സിനൊക്കെ അവര് കാണിക്കുന്ന ക്യാഷ് തന്നെയാണോ കൊടുക്കുന്നത്, അതോ അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ മെഗാനിൽ മാത്രം ഇത്രയും പ്ലേയേഴ്സ് എത്തുന്നു എന്നൊക്കെ ഉള്ളത് ചർച്ചയിലിരിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഇപ്പം ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരു ടീം മാത്രം അങ്ങ് ബെറ്റർ ആയാൽ പോരാ, അല്ലെങ്കിൽ ഒരു ടീം മാത്രം എന്നും കപ്പടിച്ചാൽ പോരാ. നമുക്ക് വേണ്ടത് ഇവിടെ കോമ്പറ്റീഷൻസ് ആണ്. എല്ലാ ടീമുകളും കട്ട കളി വരണം. അപ്പോഴാണ് ഒരു ലീഗ് അതിന്റെ ക്വാളിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാ ടീമുകളും ഒരേപോലെ കിടപിടിക്കാൻ പറ്റുന്നത് പോലെ നിൽക്കണം. അപ്പോ നമ്മളിവിടെ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സും ബഗാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോയുടെ അവസ്ഥ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞത്. നമുക്ക് ക്വാളിറ്റി ഫുട്ബോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിലവാരമുള്ള പ്ലെയേഴ്സ് വരണം. നിലവാരമുള്ള പ്ലെയേഴ്സ് ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ വേണം. സോ അതിനൊക്കെ നമ്മുടെ ഫെഡറേഷൻ മുമ്പിട്ട് ഇറങ്ങണം. ക്ലബ്ബുകളുടെ ബഡ്ജറ്റുകൾ കൂട്ടണം. അപ്പം ഇവിടേക്ക് സ്പോൺസേഴ്സ് എത്തണം. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ AIFF മാത്രമല്ല, സോ നമ്മുടെ ഗവൺമെന്റും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആവണം.